പരിശുദ്ധ റമളാനിലെ ആദ്യത്തെ ദിവസമായി കഴിഞ്ഞാൽ ഹബ്ബത്ത് റീഹുൻ തഹത്തൽ അർശി മിൻ വറഖിൽ ജന്ന അലൽ ഹൂരിൽ ഐൻ. അർശിന്റെ താഴ്ഭാഗത്ത് നിന്നതാ ഒരു മന്ദമാരുതൻ, ഒരു സുഗന്ധ കാറ്റ് സ്വർഗീയ ഹൂറികളുടെ ശരീരങ്ങളിലേക്ക് അടിച്ചു വീശുകയാണ്. ആ കാറ്റടിച്ചു വീശുന്നതോടെ ഇത് റമളാനു ശരീഫിന്റെ സുഗന്ധമാണ് എന്ന് മനസ്സിലാക്കിയിട്ടതാ സ്വർഗത്തിലെ ഹൂറികൾ പറയുമത്രേ, യാ റബ്ബ് ഇജ്അൽ ലനാ മിൻ ഇബാദിക അസ്വാജൻ തഖിറു ബിഹിം അഅ്യുനുനാ വതഖിറു അഅ്യുനുഹും ബിനാ. പടച്ചവനെ, നിന്റെ അടിമകളിൽ നിന്ന് ഞങ്ങൾക്കും അവർക്കും കൺകുളിർക്ക സന്തോഷം നൽകുന്ന ഇണകളെ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഹൂറികൾ ആ കാറ്റടിച്ചു വീശുമ്പോൾ ദുആ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പൊ റമളാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കം അല്ലാഹു ഒരു കൊല്ലം മുമ്പ് തുടങ്ങാണ്. ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കാണാം, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ, വിശുദ്ധ റമളാനിലെ ആദ്യത്തെ രാത്രി പിറന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മാസം കണ്ടാൽ റമളാനാണെന്ന ആ സമയം കുറിച്ചു കഴിഞ്ഞാൽ സുഫിദത്തി ശയാത്തീൻ വമറദത്തുൽ ജിന്നി. അല്ലാഹു ആദ്യം ചെയ്യണ പരിപാടി എന്താ നിങ്ങൾ? ശൈത്താന്മാരെയും ജിന്നുകളിലെ അക്രമകാരികളെയും മൂട്ടുകാട്ടുന്നവരെയും ഒക്കെ പിടിച്ച് ചങ്ങലയിൽ ബന്ധിക്കും. ഇതാണ് അല്ലാഹു ആദ്യം ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? റമളാൻ എന്ന് പറയുന്നത് അല്ലാഹു തആല സ്വർഗത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സീസണാണ്. അതിന്റെ പരിശീലന കളരിയും മറ്റും നടക്കുന്ന സമയം. അത് അലങ്കോലപ്പെടുത്താൻ വേണ്ടി വരാൻ സാധ്യതയുള്ളത് രണ്ട് ടീമാണ്. ഒന്ന് ഈ ശൈത്താന്മാരും ജിന്നുകളുടെ കൂട്ടത്തിലുള്ള മൂട്ടുകാട്ടുന്ന ടീമുമാണ്. ഏതുപോലെയാണിത്? നമ്മളൊരു ദേശീയ ആഘോഷം നടക്കുകയാണ്, സ്വാതന്ത്ര്യ ദിനാഘോഷോ റിപ്പബ്ലിക് ഡേ ഒക്കെ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, KD ലിസ്റ്റിലുള്ള ആളുകളൊക്കെ പോലീസുകാരെന്ത് ചെയ്യും? കസ്റ്റഡിയിലെടുക്കും. ഈ ആഘോഷം തീർന്നിട്ടേ പിന്നെ ഓല വിടുള്ളൂ. അതെന്തിനാ? ഇവരെ ഉപയോഗപ്പെടുത്തി ഏതെങ്കിലും ദുശക്തികൾ ആഘോഷം അലങ്കോലപ്പെടുത്തുമോ എന്ന് പേടിച്ചിട്ടാണ്. ഇതേപോലെ അല്ലാഹു തആല മനുഷ്യർക്ക് സ്വർഗം വാങ്ങാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ളവരൊക്കെ പിടിച്ചതാ ജയിലിലടക്കുകയാണ്. എന്നിട്ട് അബ്വാബുന്നാർ, നരകത്തിന്റെ മുഴുവൻ വാതിലുകളും കൊട്ടിയടക്കുകയാണ്. ഇതൊരു ശുഭസൂചനയാണ്. ഇത് ആളുകൾ നരകത്ത് പോകേണ്ട മാസമല്ല. വഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ മുഴുവൻ കവാടങ്ങളും മലർക്ക തുറന്നിടുകയാണ്. റമളാനു ശരീഫിൽ അത് അടക്കുന്ന പ്രശ്നമില്ല. അത് മറ്റൊരു ശുഭസൂചനയാണ്. റമളാൻ ആളുകൾ സ്വർഗം നേടേണ്ട മാസമാണ്, നരകത്തിൽ പോകേണ്ട മാസമല്ല. ഈ ശുഭസൂചനകളൊക്കെ നൽകിയതിന് ശേഷം വയുനാദി മുനാദ്, പടച്ച തമ്പുരാനതാ അനൗൺസ് ചെയ്യാൻ വേണ്ടി മലക്കിനെ ചുമതലപ്പെടുത്തും. ആ മലക്ക് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, ഓ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരെ, നിങ്ങൾ മുന്നോട്ട് വരിക, മുന്നോട്ട് വരിക, കടന്നു വരിക. വയാ ബാഗിയൽ ശർരി അഖ്സിർ, ഓ തിന്മയുടെ ഉപാസകരെ, നിങ്ങൾ അവസാനിപ്പിക്കുക, നന്മയുടെ മാർഗത്തിലേക്ക് മുന്നോട്ട് വരിക. ഇതിങ്ങനെ മലക്കുകള് റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയായാൽ ഇതിലൂടെ വിളിച്ചു പറഞ്ഞ് നടക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വലില്ലാഹി ഉതഖാഉ മിനന്നാർ, റമളാനിൽ അല്ലാഹുവിന് നരകത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെടുന്ന ഒരുപാട് അടിമകളുണ്ട്. വദാലിക കുല്ല ലൈല, അത് റമളാനിലെ മുഴുവൻ രാത്രികളിലും ഉണ്ടാവും. ഏതെങ്കിലും ഒരു രാത്രിയിലോ ലൈലത്തുൽ ഖദറിന്റെ അന്നോ അല്ല. റമളാനിലെ ഓരോ രാത്രിയിലും
അല്ലാഹു തആല നരകത്തിന്റെ ലിസ്റ്റിൽപ്പെട്ട ആളുകളെ സ്വർഗത്തിന്റെ അഹലുകാരാക്കി മാറ്റുകയും അതിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന സമയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അള്ളാഹിന്റെ ഹബീബൊക്കെ കാണിച്ചതുപോലെ റമളാനിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പം ആ ഒരു നല്ല ആത്മീയമായ താല്പര്യത്തോടെ നമ്മൾ റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കണം. അള്ളാഹു എല്ലാ ഒരുക്കങ്ങളും നടത്തി നമുക്ക് അനുകൂലമായ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ സൃഷ്ടിച്ചു തന്നിരിക്കുക. നരകത്തിന്റെ വാതിലടിച്ച് സ്വർഗം തുറന്നിട്ട് മലക്കുകൾ വന്ന് അനൗൺസ് ചെയ്യുന്നു, ശൈത്താന്മാരും ജിന്നുകളും ഒക്കെ പിടിച്ച് കൂട്ടിലിട്ട് ഇനി നന്നാകാൻ ഒരുത്തൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല, അതിനെ പറ്റിയ സമയാണ്. അതുകൊണ്ട് വിശുദ്ധ റമളാൻ നമ്മളിൽ പരിവർത്തനമുണ്ടാക്കണം. എവിടെയാണ് മാറ്റമുണ്ടാക്കേണ്ടത്? നമ്മളെ ഹൃദയത്തിൽ നിന്ന് തന്നെ മാറ്റത്തിന്റെ തുടി കൊട്ടണം. മനുഷ്യൻ മാറുക എന്ന് പറഞ്ഞാൽ മനസ്സ് മാറുകയാണ്. മനസ്സ് ചേഞ്ച് ചെയ്താലേ നമ്മൾ അടിപൊളി ജീവിതത്തിനൊരു പരിവർത്തനം വരൂ. അല്ലാത്ത പുറംഭാഗത്ത് നമ്മൾ കാണിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കാര്യമായ ചേഞ്ചിങ് ഉണ്ടാവില്ല. അടിമുടി മാറണമെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ മാറണം. കാരണം ഒരു മനുഷ്യൻ നന്നാവുന്നതും ചീത്തയാവുന്നതും അവന്റെ മനോഭാവം കൊണ്ടാണ്. അവന്റെ മനസ്സിനെ എന്താണോ സ്വാധീനിച്ചത് അതിനനുസൃതമായിരിക്കും അവന്റെ വാക്കുകൾ, അവന്റെ പെരുമാറ്റങ്ങൾ, അവന്റെ വേഷവിധാനങ്ങൾ, അവന്റെ നോട്ടം, അവന്റെ സംസാരം എല്ലാം മനസ്സിലുള്ളതിനനുസരിച്ചാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഒരാളെ കൽബിൽ പൂർണ്ണമായും സ്പോർട്സ് ആണ്. അങ്ങനെ ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോന്നിനോടാ താല്പര്യം. ഇപ്പൊ പന്ത് കളി എന്ന് പറഞ്ഞാൽ അത് തന്നെ മനസ്സ് കൊണ്ടെടുക്കുന്ന ആളുകൾ. തീരെ പന്തളിക്കാൻ പാടില്ല എന്നൊന്നല്ല, വ്യായാമത്തിന് ആവശ്യമായ കളിയൊക്കെ നമുക്ക് കളിക്കാം. പക്ഷെ അത് തന്നെ മനസ്സ് കൊണ്ടെടുക്കുന്ന ഒരാൾക്ക് അയാളുടെ സ്വഭാവത്തിലേക്ക് അതിങ്ങോട്ട് വരും. എങ്ങനെ വരിക? അയാളെ വേഷത്തിലേക്ക് വരും. ആദ്യം അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരൻ ആരാണോ അയാളുടെ ജെയ്സിന്റെ കളറുള്ള കുപ്പായൊക്കെ അയാൾ, അത് അയാളെ കൽബിനെ സ്വാധീനിച്ചത് അയാളെ വേഷത്തിലേക്ക് വരും. മുടി പരമാവധി അയാളെ മാതിരി തന്നെ ആക്കാൻ വേണ്ടി നോക്കട്ടെ, ആയി കിട്ടൂല എന്നാലും അങ്ങനെ നോക്കും. അങ്ങനെ വിചാരിച്ച് നടക്കുന്നുണ്ട്. പിന്നെ നടക്കണോടത്തൊക്കെ ഒരു മുച്ചിങ്ങ കണ്ടാൽ മതി, അതുകൊണ്ട് ഗോളടിക്കും. വെറുതെ കണ്ടാല് ഒറ്റടിയ. ബസ്സിന്ന് ഒരാളെ കൂടെ കിട്ടിയാൽ സംസാരം എന്തിനെ പറ്റിയേക്കും? അത് പന്തളിനെ പറ്റി. ഇങ്ങനെ ഓരോന്നും അങ്ങനെ നമ്മളെ കൽബിനെ എന്താണോ സ്വാധീനിക്കുന്നത് അത് നമ്മളെ വാക്കിലും വേഷത്തിലും സ്വഭാവത്തിലും ഒക്കെ ഇങ്ങനെ വരും. ഇനി വേറെ സിനിമയായിട്ട് ബന്ധപ്പെട്ടവനാണ് അങ്ങനെ, ക്രിക്കറ്റ് ആയിട്ടാണെങ്കിൽ രാഷ്ട്രീയമായിട്ടാണെങ്കിൽ അങ്ങനെ. ഓരോരുത്തരെയും കൽബിനെ എന്താ സ്വാധീനിക്കുന്നത് അതനുസരിച്ചാണ് മനുഷ്യന്റെ സ്വഭാവം ഉണ്ടാകുക. അതുകൊണ്ടാണ് അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞത്, അലാ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ, അറിയണം മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. പേശിയില്ലാതെ നിർമ്മിക്കപ്പെട്ടതാണ്, എല്ലില്ലാതെ പടക്കപ്പെട്ടതാണ്. ആ അവയവത്തിന്റെ പ്രത്യേകത എന്താ? ഇദാ സ്വലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ ആ മനുഷ്യൻ മുഴുവൻ നന്നാവും. വഇദാ ഫസദൽ ജസദു കുല്ലുഹു, അത് കേടുവന്നാൽ ആ മനുഷ്യൻ മുഴുവൻ കേടുവരും. അലാ വഹിയൽ ഖൽബ്, അറിയുക അതാണ് മനുഷ്യന്റെ ഹൃദയം. അപ്പൊ ഹൃദയം നന്നായാൽ ആ മനുഷ്യൻ മൊത്തം നന്നാവും. ഹൃദയം കേടുവന്നാലോ മനുഷ്യൻ മുഴുവൻ കേടുവരും. അപ്പൊ ഹൃദയത്തിൽ നമുക്ക് എങ്ങനെ അതിനെ നന്നാക്കിയെടുക്കാൻ പറ്റും? എങ്ങനെയാണ് നമ്മളെ ഹൃദയം നന്നാവുക? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ബാഹ്യമായി നമ്മൾ കാണുന്ന ഈ ശരീരം മാത്രല്ല, നമുക്കൊരു കാതലായ ഒരകക്കാമ്പുണ്ട്. അതിനാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആ ആത്മാവിനെ വിമലീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യൻ നന്നാവാനുള്ള വഴി. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. അല്ലാഹു പറഞ്ഞതുപോലെ മനുഷ്യൻ അവന്റെ ആത്മാവിനെ, മനസ്സിനെ ആര് ശുദ്ധീകരിക്കുന്നുവോ അവൻ വിജയിച്ചവനാണ്. അതിനെ ചേറുപുരട്ടിയവൻ പരാജയപ്പെട്ടവനാണ്.
ഖദ് അഫ്ലഹ മൻ തസക്ക, ആത്മസംസ്കരണം കൈവരിച്ചവൻ വിജയിച്ചിരിക്കുന്നു. ഈ ആശയത്തിൽ അനവധി ആയത്തുകൾ നമുക്ക് കാണാം. ആ ആത്മാവ് എന്ന് പറയുന്ന പ്രതിഭാസം ഇമാം ഗസാലി റളിയല്ലാഹുവിനെ പോലുള്ളവർ വിശദീകരിച്ചത് കാണാം. മനുഷ്യന്റെ ഹൃദയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഹൃദയ ശുദ്ധീകരണം എന്ന് നമ്മൾ പറയുന്നതും ആത്മസംസ്കരണം എന്ന് പറയുന്നതും ഒരേ സംഗതിയെ തൊട്ടുള്ള രണ്ട് പ്രയോഗങ്ങൾ മാത്രമാണ്. നമ്മളെ മനസ്സ് എന്ന് പറയുന്നത് നമ്മളെ ജീവിത സാഹചര്യത്തിനനുസരിച്ചാണ് അത് നന്നാവുന്നതും കേടുവരുന്നതും. അല്ലാഹു തആല ജന്മനാൽ എല്ലാ മനുഷ്യർക്കും തന്നത് ശുദ്ധമായ മനസ്സാണ്. ഫിത്രത്തുല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹാ, സർവ ജനങ്ങളെയും ജാതി മതഭേദമന്യേ സർവ മനുഷ്യരും ജനിക്കുന്നത് ശുദ്ധമായ മനോഭാവത്തോടെയാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ സുന്നത്ത് ഹദീസിലും നമുക്ക് കാണാം. എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ശുദ്ധമായ മനസ്സോടെയാണ്. ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി, പിന്നെ അവന്റെ മാതാപിതാക്കളാണ് എന്ന് പറഞ്ഞാൽ ജീവിത പരിസരമാണ്. മാതാപിതാക്കളെ കൂടെ ജീവിക്കുന്നതുകൊണ്ടാണ് അവരെ പേര് പറഞ്ഞത്. ഇനി ആരെ കൂടെയാണോ ജീവിക്കുന്നത് ആ സാഹചര്യമാണ് അവനെ വ്യത്യസ്ത ചിന്താഗതിക്കാരനും ആശയക്കാരനും സംസ്കാരമുള്ളവനും ഒക്കെ ആക്കി മാറ്റുന്നത്. അള്ളാഹു നമുക്ക് ജന്മനാൽ തന്ന ശുദ്ധമായ മനസ്സ്. അപ്പൊ നമ്മളെ ജീവിത പരിസരം, വീട്, നമ്മളെ അയൽപക്കം, നമ്മളെ അങ്ങാടി, നമ്മളെ പരിസരം, നമ്മളെ ക്യാമ്പസ്, അവിടെ നിന്നെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്ത കാര്യങ്ങളാണ് നമ്മളെ ഹൃദയത്തിലേക്ക് മാലിന്യത്തിന്റെ കൂമ്പാരങ്ങളായി വന്ന് നിറഞ്ഞു നിൽക്കുന്നത്. ഇനി അതിനെ ചുരണ്ടിക്കളഞ്ഞ് ശുദ്ധീകരിച്ചെടുക്കണം. അത് സാധിക്കൂലേ? തീർച്ചയായും സാധിക്കും. മഹാനായ മഖദൂം തങ്ങൾ പറഞ്ഞതുപോലെ അവിടുന്ന് പറയുന്നുണ്ട്, വത്വരീഖത്തുൻ അഖദും ബിയഹ്വതകൽ വറ വഅസീമത്തുൻ കരിയാദത്തിൻ മുതബത്തിലാ. മനുഷ്യനെ ആത്മീയമായി സംസ്കരിക്കാനുള്ള വഴി എന്താണ്? ഒന്നാമത്തെ വഴി ശരീഅത്തുൽ ഇസ്ലാം, ദീനിന്റെ നിയമങ്ങളെ സൂക്ഷ്മതയോടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, നോക്കരുത് എന്ന് പറഞ്ഞത് നോക്കാതിരിക്കുക, കേൾക്കരുത് എന്ന് പറഞ്ഞത് കേൾക്കാതിരിക്കുക, ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുക, പറയരുത് എന്ന് പറഞ്ഞത് പറയാതിരിക്കുക. അപ്പോഴാ നമ്മളെ കൽബിലേക്ക് മാലിന്യം വരാതെ ആവുക. ഹൃദയം എന്ന് പറയുന്ന ഒരു കാലിയായ സീഡി പോലെയാണ്. അതിലേക്ക് കണ്ണുകൊണ്ട് കാണുന്നതിന്റെ കോപ്പി ഉണ്ടാവും, കാതുകൊണ്ട് കേൾക്കുന്നത് അവിടേക്ക് വരും, നാവുകൊണ്ട് പറയുന്നത് അവിടേക്ക് വരും, നമ്മളെ കൈകാലുകൾ കൊണ്ട് പ്രവർത്തിക്കുന്നതൊക്കെ നമ്മളെ കൽബിനെ സ്വാധീനിക്കും. അത് ചീത്ത കാര്യങ്ങളാണോ എന്നാ നമ്മളെ കൽബിൽ വന്ന് നിറയുന്നത് ചീത്ത കാര്യങ്ങളായിരിക്കും. നല്ല കാര്യങ്ങളാണോ നമ്മളെ കൽബിൽ നിറയുന്നത് നന്മകളായിരിക്കും. പക്ഷേ നമ്മളെ ജീവിത പരിസരം നന്മയേക്കാൾ തിന്മ നിറഞ്ഞതായതുകൊണ്ട് തന്നെ ആ കൽബിൽ അടിഞ്ഞുകൂടിയത് അധികവും മാലിന്യങ്ങളാണ്. അത് വിമലീകരിക്കപ്പെടാൻ ആദ്യമായി ഇനി മാലിന്യം വരാനുള്ള വഴി അടച്ച് നമ്മൾ ശരീഅത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുക. രണ്ടാമത്തത് അസീമാ, ഉറച്ച തീരുമാനങ്ങൾ എടുക്കണം. ഇനി മേലിൽ ആ തിന്മയിലേക്ക് നമ്മൾ പോകൂല, ഇനി നന്മയുടെ വഴിക്കേ സഞ്ചരിക്കൂ. അതിന് ഉറച്ച നിലപാട്, അത് കൽബ് കൊണ്ടെടുക്കേണ്ട തീരുമാനമാണ്. കൽബ് കൊണ്ട് തീരുമാനിക്കാതെ ഒരിക്കലും മനുഷ്യന് മാറാൻ കഴിയില്ല. അല്ലെങ്കിൽ മാറിയ ഏതുപോലെ ഉണ്ടാവും? പണ്ട് സിഗരറ്റ് വലി നിർത്തി നമ്മളെ നാട്ടിലൊരാൾ ജനുവരി 1-ാം തീയതി ഓനൊരു കൊള്ളിക്കഷ്ണം എടുത്ത് മുറിച്ചിട്ടിട്ട് പറഞ്ഞു, ഇനി അത് കൂടുന്നത് വരെ ഞാൻ സിഗരറ്റ് വലിക്കൂല. പിന്നെ ഓൻ വലിച്ചെന്നാ നിങ്ങള് ജനുവരി 2-ാം തീയതിയാണ്. അത്ര അതിന് ആയുസ്സുണ്ടായുള്ളൂ. ഇതേപോലെ ഉള്ള തീരുമാനങ്ങൾ പോരാ. മഹാൻ പറയുന്നുണ്ട്, ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശീലനം പോലെ യഥാർത്ഥത്തിൽ കൽബ് കൊണ്ട് തീരുമാനിക്കുകയും
ആ തീരുമാനിച്ചതനുസരിച്ച് ഒരു മാസം നീണ്ട പരിശീലനം ലഭ്യമാക്കുകയും ചെയ്യുന്ന പരിശീലന കളരി, അതാണ് വിശുദ്ധ റമളാനിലെ നോമ്പ്. അപ്പൊ നോമ്പ് എന്ന് പറയുന്ന കർമ്മം അക്ഷരാർത്ഥത്തിൽ മനുഷ്യന്റെ മനസ്സ് നന്നാക്കാനുള്ള എല്ലാ ചേരുവകളും ചേർന്ന ഒരൊന്നാന്തരം ട്രെയിനിങ് ആണ്. അതിനുവേണ്ടി ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം നമ്മൾ കാത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെ സ്വാധീനിച്ച എന്തൊക്കെ ദുശ്ചിന്തകളുണ്ടോ, ദുശ്ശീലങ്ങളുണ്ടോ, അതിനെ മുഴുവനും വേരോടെ പിഴുതുമാറ്റി ഒരു പുതിയ മനുഷ്യനാവാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. നമ്മൾ ആരും കരുതണ്ട എന്റെ ആ സ്വഭാവം എനിക്ക് മാറ്റാൻ പറ്റൂല, ഈ ദുസ്വഭാവം എനിക്ക് മാറ്റാൻ പറ്റൂല, അല്ലെങ്കിൽ പുതിയതൊന്നും എനിക്ക് തുടങ്ങാൻ പറ്റൂല, സുബഹിന്റെ ജമാഅത്തിന് എനിക്ക് പോകാൻ കഴിയില്ല എന്നൊന്നും ആരും തീരുമാനിക്കണ്ട. കൽബിനെ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ റമളാനോടെ ഒരു പുതിയ മനുഷ്യനായി നമുക്ക് മാറാൻ പറ്റും. ഇമാം ബുസൂരി തങ്ങൾ പറഞ്ഞല്ലോ, വന്നഫ്സു കത്തിഫ്ലി ഇൻ തുഹ്മിൽഹു ശബ്ബ അലാ ഹുബ്ബിർ റളാഇ വ ഇൻ തുഫ്തിംഹു യൻഫത്തിമി. വന്നഫ്സു, ഈ മനസ്സ് എന്ന് പറഞ്ഞ സാധനം, കത്തിഫ്ലി, അതൊരു കുഞ്ഞിനെ പോലെയാണ്. എന്താണ് ആ കുട്ടിയുടെ ലോകം? മുല കുടിക്കുന്ന ഒരു കുഞ്ഞിന്റെ ലോകം മുലപ്പാലാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ലോകമല്ല. എന്ത് വിഷയം ഉണ്ടായാലും അത് കിട്ടിയാൽ ഓന്റെ പ്രശ്നം തീർന്നു. ഇങ്ങനെ കുട്ടിക്ക് മുലപ്പാല് കിട്ടിയിട്ടില്ലെങ്കിലോ കരച്ചിൽ ഒരിക്കലും അടങ്ങൂല. അപ്പൊ അത്രയേറെ മുലപ്പാലുമായി അഭേദ്യമായ ബന്ധമാണ് ഒരു കുഞ്ഞിനുള്ളതെങ്കിൽ അതേപോലെയാണ് നമ്മളെ ശീലങ്ങൾ. ഇപ്പൊ നിങ്ങൾ നോക്ക്, സാധാരണഗതിയിൽ റമളാൻ അല്ലാത്ത സമയത്ത് എന്താ നമ്മളെ ശീലം? റമളാൻ അല്ലാത്ത സമയത്ത് രാവിലെ എഴുന്നേറ്റാൽ ചില ആളുകൾക്കെങ്കിലും ബാത്റൂമിലേക്ക് പോയാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമെങ്കിൽ കയ്യിലൊരു ചൂട്ട് വേണം, അല്ലെ? അങ്ങനത്തെ ആൾക്കാരുടെ ആൾക്കാർ ഉണ്ടെങ്കിലേ എന്തെങ്കിലും സംഭവിക്കും. അല്ലെങ്കിൽ 2-3 ഗ്ലാസ് ചുടുവെള്ളം കുടിച്ചിട്ട് പോകണം. അതൊരു ശീലാണ്. അത് കഴിഞ്ഞ് ഒരു 7-8 മണിന്റെ ഇടയിലായിട്ട് അവർക്ക് നല്ല നാസ്ത കിട്ടണം. അല്ലെങ്കിൽ ഒരു പണിയും റമളാനിൽ നടക്കൂല. നാസ്ത കഴിക്കാതെ ജോലിക്ക് പോകാൻ പറ്റും ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില ആളുകൾക്ക് ഒരു 10-10:30 ആകുമ്പോ ഒരു കുറിയന്റെ കഞ്ഞോ ഒരു കായക്കറിയോ ഒക്കെ അതും കിട്ടേണ്ടി വരും. എന്തായാലും ഉച്ചത്തിന്റെ ചോറ് 1:30 അങ്ങോട്ട് പോയാൽ സഹിക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ കാണുന്നവരോടൊക്കെ വരും, ചോർന്നിട്ടില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട്. അതിനേക്കാളൊക്കെ ബുദ്ധിമുട്ടാണ് അസർ നിസ്കരിച്ചു കഴിഞ്ഞാൽ കട്ടൻ ചായ വുജൂബാണ്. നിസ്കരിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല, നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ കിട്ടണം. ഇങ്ങനെയുള്ള ദൈനംദിന ശീലങ്ങൾ, ഇതൊന്നും മോശപ്പെട്ടാന്നല്ല ഈ പറഞ്ഞ, എല്ലാം മോശപ്പെട്ടോ ഉണ്ടാവും കൂട്ടത്തില്. ഇത് ശീലങ്ങളാണ്. പക്ഷെ എന്ത് ശീലമാണെങ്കിലും നമ്മളെ മനസ്സ് തീരുമാനിക്കുകയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന, അതാണ് മുല കുടിക്കുന്ന കുട്ടീനെ പോലെയാണ്. എന്താ മുല കുടിക്കുന്ന കുട്ടി? മുലപ്പാല് എന്ന് പറഞ്ഞ വലിയ പ്രശ്നമല്ല കുട്ടിക്ക്. അതുപോലും നമ്മൾ മുലകുടി നിർത്തിക്കുകയാണെങ്കിൽ അത് നിലക്കും, അല്ലെ? ചെറിയൊരു പ്രയാസം ഉണ്ടാവും. 2-3 ദിവസം ആ കുട്ടി കരയെ ദുശ്ശീലം കാണിക്കുകയൊക്കെ ചെയ്യും. 3-ാമത്തെ ദിവസം തന്നെ പറയും, ചീച്ചി ഇത് വേണ്ടാന്ന് പറയും, അല്ലെ? കുറച്ച് കയ്പൊക്കെ തേച്ചു കൊടുത്താല് കുട്ടി തന്നെ അതോട്ട് ഒഴിവാക്കും. അപ്പൊ ചെറിയ പ്രയാസം സഹിക്കാൻ റെഡിയാണെങ്കിൽ ഒരു മുലകുടി നിർത്തുന്ന ലാഘവത്തോടെ നാം ശീലിച്ച ധാരാളം ദുശ്ശീലങ്ങളെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അതിനുള്ള ട്രെയിനിങ് ആണ് റമളാനു ശരീഫ്. അതുകൊണ്ട് ആ ട്രെയിനിങ്ങിൽ നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് മുഴുവനും മനുഷ്യനെ സംസ്കരിച്ച് അവനെ മാലാഖമാരുടെ വിധാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാനുള്ള പരിപാടികളാണ്. അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട 3 സൃഷ്ടികളാണ്. ഒന്ന് മലക്കുകൾ, മറ്റൊന്ന് ശൈത്താന്മാർ, വേറെ ഒന്ന് മനുഷ്യന്മാർ. ഈ 3നും വ്യത്യസ്ത പ്രകൃതിയാണ് അള്ളാഹു കൊടുത്തത്. മലക്കളെ പ്രകൃതി എന്താ അറിയുന്നത്? അവർക്ക് നന്മയെക്കുറിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും മാത്രമേ അറിയൂ. തെറ്റ് ചെയ്യാൻ പ്രകൃതിപരമായി തന്നെ ആർക്ക് കഴിയൂല? മലക്കൾ കഴിയൂല. അങ്ങനെ അവിടെ അള്ളാഹു വരെ പടച്ച. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ.
അള്ളാഹു കൽപ്പിച്ചത് അതുപോലെ ചെയ്യാ. ഇതല്ലാത്ത ഒന്ന് മലക്കള അജണ്ടയിലില്ല. എന്നാൽ പിശാചുക്കളുടെ പ്രകൃതി ഏതാണ്? ഇതിന്റെ നേരെ എതിരാണ്. അവർക്ക് എന്തിനേ പറ്റുള്ളൂ? അള്ള പറഞ്ഞതിന് എതിര് ചെയ്യാനേ പറ്റുള്ളൂ എന്നാ. അള്ള പറഞ്ഞോലെ അവർ ചെയ്യൂല, ഒക്കെ ധിക്കാരം. അതാണ് അവരുടെ പ്രകൃതി. അതുകൊണ്ടാണ് ശൈത്താനെ നമ്മൾ ഒരിക്കലും അനുസരിച്ചു പോരുത് എന്ന് പറഞ്ഞത്. വഖാലിഫിൻ നഫ്സ വശൈത്താന ഫഅസിഹിമാ വഇൻഹുമാ മഹളാ കന്നുസുഹ ഫത്തഹിമീ. നിന്റെ നഫ്സും അഥവാ ദേഹിച്ചയും പിശാചും എന്തു ഉപദേശിച്ചാലും നീ കരുതിയിരിക്കണം. കാരണം അത് നമ്മളെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പൊ റമളാനില് ശരിയായ രീതിയിൽ നോമ്പെടുത്ത് തറാവീഹിനൊക്കെ പങ്കെടുത്ത് ഉഷാറായി ഇങ്ങനെ പോണേന്റെ ഇടയ്ക്ക് ശൈത്താൻ എന്തോ പറയാ, നിങ്ങള് കോഴിക്കോട്ട് കടപ്പുറത്ത് നല്ല വയലുണ്ട്, ഒന്ന് പോയി നോക്കുന്ന. ഇവിടുന്ന് വയലിലേക്കാൻ വേണ്ടി കോഴിക്കോട്ട് കടപ്പുറത്ത് പോയാലേ ശൈത്താന്റെ ലക്ഷ്യം നിങ്ങളെ വയല് കളിപ്പിക്കലല്ല. ആ യാത്രയുടെ ഭാഗമായി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ക്ഷീണങ്ങളും കാരണം നിങ്ങളെ തറാവീഹ് മുടങ്ങും, ജമാഅത്ത് മുടങ്ങും, ചിലപ്പോൾ അത്തായം കിട്ടിയില്ലേ പിറ്റത്തെ നോമ്പും മുടങ്ങും. ഇങ്ങനെ ഒരുപാട് മുടക്കങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു നന്മ കോത്തിടുകയാണ് ആര്? ശൈത്താൻ. അപ്പൊ അതൊന്നും മുടങ്ങിപ്പോണ രീതിയിലുള്ള ഒരു യാത്ര ഇത് നമ്മൾ റമളാനിൽ വെറുതെ ഉണ്ടാക്കരുത്. നമ്മൾ ശ്രദ്ധിക്കണം. ഇബാദത്ത് മുടങ്ങാൻ പാടില്ല. ശൈത്താൻ നമ്മൾ അങ്ങനെ ഉപദേശിക്കും, നന്മ കൊണ്ട് ഉപദേശിക്കും, നമ്മളെ തിന്മയെ കൊണ്ടുപോയി ചാടിക്കാൻ വേണ്ടി. അപ്പൊ നമ്മള് റമളാനില് പിശാചുക്കളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് എതിര് ചെയ്യാന്നുള്ളത് മാത്രം, മലക്കളുടേത് അള്ളാഹു പറഞ്ഞു ചെയ്യാന്നുള്ളത് മാത്രമാണ്. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം ആരാ? നമ്മൾ മനുഷ്യന്മാരാ. മനുഷ്യൻ അള്ളാഹു തന്ന പ്രകൃതി എന്താ? ഇന്നലെ കുല്ലി ഇൻസാനിൻ ലിമ്മത്താനി ലമ്മത്തു മലക്കിൻ വലമ്മത്തു ശൈത്താൻ. എല്ലാ ഓരോ മനുഷ്യർക്കും രണ്ട് സമ്മർദ്ദ ശക്തികളുണ്ട്. ഒന്നൊരു മലക്കിന്റെ സമ്മർദ്ദമാണെങ്കിൽ മറ്റൊന്നൊരു പിശാചിന്റെ ഉൾവിളിയാണ്. എല്ലാ മനുഷ്യന്റെ കൂടി ഒരു മലക്കുണ്ട്, ഒരു ശൈത്താനുണ്ട്. ആ മലക്ക് നമ്മളെ നന്മയിലേക്ക് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ശൈത്താനോ കുറ്റകൃത്യങ്ങൾക്ക് ഇങ്ങനെ പ്രചോദനം തരും. ഉദാഹരണത്തിന് നമ്മളിങ്ങനെ ഒരു അങ്ങാടിയിലെത്തി, രാത്രി അങ്ങാടിന്റെ കടകളൊക്കെ അടച്ചിങ്ങനെ പോയിണ്. പക്ഷെ ഒരു ഷട്ടർ ഇങ്ങനെ താത്തിട്ടാണ്, അത് പൂട്ടാൻ മറന്നു വീണ്. അതാണെങ്കിൽ വലിയൊരു ജ്വല്ലറിന്റെ ഷട്ടറുമാണ്. അപ്പൊ ശൈത്താൻ നമ്മളെ മനസ്സിൽ കയറിയിട്ട് എന്ത് പറയുന്നറിയോ? ഏതായാലും മോളെ കല്യാണം അടുത്തല്ലേ, പണ്ടത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണല്ലോ, വിഷമിച്ചും ബേജാറിലും നിൽക്കല്ലേ. ഇവനാണെങ്കിൽ സക്കാത്ത് കൊടുക്കാത്തവനുമാണ്. ശൈത്താൻ ന്യായങ്ങളൊക്കെ പറഞ്ഞു തരും. അതുകൊണ്ട് ഇവിടുന്ന് ലേശം എടുത്തോ തൽക്കാലം, പിന്നെ കിട്ടണമെന്ന് കൊടുക്കുകയും ചെയ്യാലോ. ഇങ്ങനെ പല ന്യായങ്ങളും പറഞ്ഞ് ശൈത്താൻ എന്തറിയാം നമ്മളോട്, ഇത് വെള്ള കക്കാൻ വേണ്ടി ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയും. അപ്പൊ നമ്മളിങ്ങനെ ആ ഷട്ടർ പൊക്കാൻ പോകുമ്പോഴാണ് കൽബിന്റെ മറ്റേ ഭാഗത്തുനിന്ന് മറ്റൊരു മുഴക്കം കേൾക്കുന്നു, അരുത് മോനെ അരുത്, ഇത് പാടില്ല, പടച്ചവൻ കാണുന്നുണ്ട്, ഇത് കളവാണ്, നിന്നെ പിടിക്കപ്പെടും. ഇതിന് നമ്മൾ മനസ്സാക്ഷി കുത്ത് എന്നാ പറയാ. ആരാണ് ഈ കുത്തുന്നത്? ഇതെല്ലാ മനുഷ്യന്റെയും ഉള്ളിലുള്ള ഒരു മലക്കിന്റെ വിളിയാളമാണ്. ആദ്യത്തേത് പിശാചിൻ്റെതാണ്. ഇങ്ങനെ മലക്കിന്റെ സ്വഭാവവും പിശാചിന്റെ സ്വഭാവവും ഒരേ സമയത്ത് മേളിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ എന്നതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ നന്നാവാൻ തീരുമാനിച്ചാൽ മലക്കുകളെക്കാൾ മനുഷ്യന് ഉയരാൻ കഴിയും. കാരണം എന്തുകൊണ്ടാണ്? മലക്കുകൾ നന്നായത് നന്നാവാൻ പറ്റിയ പ്രകൃതിയിൽ മാത്രം അള്ളാഹു അവരെ പടച്ചത് കൊണ്ടാണ്. മനുഷ്യന് നന്നാവുമ്പോൾ ത്യാഗം ആവശ്യമാണ്. പൈശാചികതയെ തോൽപ്പിച്ചിട്ട് വേണം നന്നാവാൻ. അതുകൊണ്ട് മലക്കുകളെക്കാൾ മനുഷ്യന് വളരാൻ കഴിഞ്ഞാൽ അവര് വളരും. അതുകൊണ്ട് തന്നെ വർഗപരമായി മലായിക്കത്തിന്റെയും മുകളിലാണ് മനുഷ്യൻ. കാരണം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മനുഷ്യനാണ്. ആ നബിതങ്ങളാണല്ലോ സർവ്വ സൃഷ്ടികളെ കൂട്ടത്തിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആള്. അതുകൊണ്ട് തന്നെ ആ നബിതങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യരാണ്. വർഗപരമായി നോക്കിയാൽ മലായിക്കത്തിനേക്കാളും മേലെ